ഗന്നായിക്കൂടെ എത്തിച്ചു നോക്കിക്കെ റൊമാൻറ്റിക് ആയിട്ട്. അപ്പോൾ ഇത് മമ്മൂൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു 2-3 ദിവസം മുന്നുള്ള വ്ളോഗാട്ടോ. അപ്പോൾ എൻ്റെ ഗന്നാൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗന്നാൻ്റെ കൂടെ നമ്മൾ 3 പേരും കൂടിയിട്ട് ജസ്റ്റ് പുറത്ത് വന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. മമ്മൂന് ഷൂവും അതുപോലെ ചെറിയ ചെറിയ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിക്കാം. പിന്നെ നമ്മൾ സ്ഥിരം പരിപാടി ഫുഡ് അടിയും കാര്യങ്ങളും ചില്ലയിലും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ സാരി കൊടുത്തിട്ട് എൻ്റെ അവൾ വരുമ്പോൾ സാരി കയറ്റാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് സാരി ഒക്കെ എടുത്തിട്ട് ഇവിടെ അടുത്തൊരു വീടുണ്ട് നല്ല സീനറൊക്കെ ഉള്ള. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഫോട്ടോസും റീൽസൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇത് മുമ്മുൻ്റെ സ്നേഹപ്രകടനം കേട്ടോ. അവനോട് ഉമ്മ വെക്കാൻ പറയുമ്പോൾ പോയി കടിക്കുക ചെയ്യണത് ഗൈസ്. ഉമ്മക്ക് പകരം നല്ല കടിയായിട്ട് ആൾ തരുന്നത്. പിന്നെ വീഡിയോ എടുക്കുന്ന കാരണമാണ് എൻ്റെ മുഖം മാറാണ്ട് ചിരിച്ചുന്നത്. അപ്പോൾ ഗന്നാൻ അവളെ കാണാൻ ഒരുപോലെ ഇല്ല. ഇതിന് മുന്നേ ഞാൻ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചാരു എന്നാണ് നമ്മൾ വിളിക്കുക. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കർമ്മയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കർമ്മയിലാണെങ്കിൽ ഒരുപാട് ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. അമ്മച്ചിനെ വേറെ സ്ഥലത്തേക്ക് ഞങ്ങളെ പാർക്കിലാക്കി. അങ്ങനെയാണ് നമ്മൾ ഫുഡ് സ്പോട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ പാർക്കിലേക്ക് പോയിട്ടോ. എൻ്റെ ഫ്രണ്ടും മോനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പാർക്കിലേക്ക്. അങ്ങനെ നമ്മൾ പാർക്കിലേക്ക് പോയി. പിന്നെ ഉമ്മച്ചും മറ്റൊരു 2 പേരും കൂടിയിട്ട് വീട്ടിലേക്ക് പോയി. എനിക്ക് പറയണമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എനിക്ക് മനസ്സിലാവുന്നില്ല, പക്ഷേ എന്തൊക്കെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാർക്കിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൊലിവാണ്. ഇത് കർമ്മയിലുള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ് കേട്ടോ. 100 രൂപ എന്തോ ഉള്ളൂ തോന്നുന്നു എൻട്രി ഫീസ്. അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിൽ ഭേദം. അവിടെ അങ്ങനെ പാർക്കും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഉള്ളതിൽ നമ്മൾ പോയിട്ട് നല്ല ഫണ്ണായിട്ട് കളിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബ്ലിപ്പിയൊക്കെ കാണുന്നതിനെ കൊണ്ട് ഈ റൈഡ്സും കാര്യങ്ങളൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ കയറി കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഒറ്റയ്ക്ക് കയറുമ്പോഴൊക്കെയാണ് എനിക്ക് മനസ്സിലാവണം എൻ്റെ മോൻ ഇത്രയും വലുതായി. എനിക്കിങ്ങനെ ഭയങ്കര ഒരു മദർലി ഫീലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം കുട്ടി വലുതായി വരാനുള്ളൂ. ഇപ്പം 4 വയസ്സായി ഗൈസ്. എത്ര പെട്ടെന്നാണ് 4 വർഷം പോയത്. അവനെ പ്രസവിക്കാൻ പോയതൊക്കെ എനിക്കിപ്പോഴും ഇന്നലെ നടന്ന പോലെയൊക്കെ. എൻ്റെ ഉമ്മക്ക് ഇതിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു കേട്ടോ. എനിക്കിപ്പോൾ 25 വയസ്സായില്ല. അപ്പോൾ ഉമ്മ എപ്പോഴും ഞാൻ ചെറുതിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലാവേണ്ട ആ ഫീൽ എന്താണെന്നുള്ളത്. അപ്പോൾ അത്രയുള്ള ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്.